അസ്സലാമലൈക്കും. ഇന്ന് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുള്ളത് കസ്റ്റേർഡ് പൗഡർ ഇല്ലാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റേർഡ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായി വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ 2 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1 ഗ്ലാസ് മതിയെങ്കിൽ 1 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് പാലിൻ്റെ അളവാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ 2 ഗ്ലാസ് പാലെടുത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ. കസ്റ്റേർഡ് പൗഡറിന് പകരമായിട്ട് കോൺഫ്ലോർ ആണ് ഇവിടെ എടുക്കുന്നത്. 2 സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് കുറച്ച് പാലൊഴിച്ചിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കണം. കട്ടയില്ലാതെ വേണം മിക്സാക്കി എടുക്കാൻ. തിളച്ച പാലല്ല, തിളക്കാത്ത പാല് ചേർത്തിട്ട് വേണം ഇത് മിക്സാക്കി കൊടുക്കാൻ. പിന്നെ കസ്റ്റേർഡ് പൗഡറിന് കുറച്ച് ഒരു മഞ്ഞ കളറായതുകൊണ്ട് ഒരു കളറിന് വേണ്ടി ഇത്തിരി മഞ്ഞൾ അങ്ങ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സാക്കി മാറ്റി വെക്കാം. അപ്പോൾ പാലിവിടെ തിളക്കാനായിട്ടുണ്ട്. പാലിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ അങ്ങ് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സാണ്. അത് ഇതിലങ്ങ് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇനി ചൂടാറുമ്പോൾ കുറച്ചും കൂടി കട്ടിയായിട്ട് വരും. അപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാംഗോ, മുന്തിരി, പിന്നെ അനാറ്, പിന്നെ സ്ട്രോബെറിയാണ് ഞാനിവിടെ എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം. പഴം ചേർക്കാം, ആപ്പിളൊക്കെ ചേർക്കാം. അപ്പോൾ കോൺഫ്ലോറിൻ്റെ മിക്സ് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഈത്തപ്പഴവും കൂടി ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഇത് തണുപ്പിച്ചിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുത്തതിന് ശേഷം വേണം ഇത് സെർവ് ചെയ്യാൻ. നല്ല ടേസ്റ്റാണ്. നമ്മുടെ കസ്റ്റേർഡ് പൗഡർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫ്രൂട്ട് കസ്റ്റേർഡ് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റാണിത്. അപ്പോൾ തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്